ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. സോ അതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക, റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളുടെ അടുത്തുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണ്. യൂണിവേഴ്സ്, പ്രസൻസ് ആൻഡ് ലവ് വന്നിട്ടുണ്ട്, വറി വന്നിട്ടുണ്ട്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്, സ്ട്രെസ് വന്നിട്ടുണ്ട്, ഡിഫീറ്റ് വന്നിട്ടുണ്ട്, ഫെയിലിയർ, ഡെത്ത് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി ദ മേജ് വന്നിട്ടുണ്ട്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, കറൻറ്റ് വൈബ്രേഷൻ. Page of Wands, Knight of Cups, Wheel of Fortune and Nine of Swords, King of Pentacle, bottom of the deck, Page of Pentacle. Okay, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോക്കൊക്കെ ആണെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ അവരെന്തായാലും തരും. അതിനുള്ള പോസിബിലിറ്റി ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാർഡ്സിലും ഉണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ അവർക്ക് നിങ്ങളില്ലാത്തത് ഒരു തോൽവി പോലെ തോന്നുകയാണ്. അവരുടെ ലൈഫിൽ അവർ തോറ്റു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എനിക്കിവിടെ ഡെത്ത് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവർക്ക് വരുന്ന ചേഞ്ചുകളെല്ലാം നിങ്ങൾ കൂടി ഉണ്ടായിരുന്നപ്പോഴാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു മാറ്റം അവർക്കില്ല. പേഴ്സണലി അവർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജി. ഓക്കെ, അവർ പുറത്ത് റിയാലിറ്റിയിൽ അത് കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണിക്കുകയാണ്. മേ ബി നിങ്ങൾ വിട്ടു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം
അങ്ങനെ തോന്നുന്നത്. വിട്ടു നിൽക്കുക എന്ന് പറയുമ്പം കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ഓക്കെ, അതായത് കാണാൻ പറ്റാതെ, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് വിളിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കൊണ്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. എന്തൊക്കെയോ ആലോചിച്ച് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു പേഴ്സൺ. നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളായിരിക്കാം. ഇതേ സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട് ഇവർക്ക്. നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഡെത്ത് കാർഡ് റിവേഴ്സ്ഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെയുള്ള സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ആ പേഴ്സണ് കഴിഞ്ഞില്ല. അവർ ആ ഒരു കാര്യത്തിൽ തോറ്റുപോയി. അതായത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പേഴ്സണ് സാധിച്ചില്ല. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് കംഫർട്ടായി ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെയെല്ലാം മിസ് ഔട്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ അതിനെയെല്ലാം വിട്ട് കളഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് അതൊക്കെ കിട്ടിയത്. ഇപ്പം അവർ 0 ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം റിഗ്രറ്റ് തോന്നുന്ന ഒരാൾ. മേ ബി നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പം നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം അവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രസൻസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളെയാണ്. രാത്രി ഉറക്കമില്ലാത്തൊരവസ്ഥ, അതുപോലെ അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് ഹോപ്പ് നഷ്ടമാവുകയാണ്. അവരുടെ പ്രതീക്ഷകൾ നഷ്ടമായി പോവുകയാണ് ലൈഫിലെ ഓരോ കാര്യത്തിലും. ആൻഡ് അവർക്ക് ആൻസൈറ്റി ആവുകയാണ്. അവർ ഭയങ്കരമായിട്ട് വറി ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻസിൽ നിങ്ങൾ വിട്ടു പോവും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാകാം. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി താന്നു കൊടുത്തിട്ടും ഈ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സണ് വറി ചെയ്യിപ്പിക്കുകയാണ്. അതായത് പൂർണ്ണമായും വിട്ടു പോവാണ് എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് സ്നേഹം, ലവ് തോന്നുന്ന ഒരു സമയമാണ് ഈ പേഴ്സണ്. അവർ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകണക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വളരെ തിളക്കത്തോടെ അവരുടെ ലൈഫിലേക്ക് വേണം എന്നുള്ള രീതിയിൽ റൊമാൻറ്റിക് തോന്നുന്നുണ്ട്. അവർ പഴയ കാര്യങ്ങളെല്ലാം വളരെയധികം ഇമാജിൻ ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട്. അത് വീണ്ടും വേണമെന്ന് ഡ്രീം ചെയ്യുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇത്. നിങ്ങൾക്കെതിരെ ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ഒരു സമയത്ത് എന്നുള്ളത് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഫ്രീ സ്പിരിറ്റായി പോയ ഒരാളായിരിക്കാം. അതായത് ഫ്രീഡം ആഗ്രഹിച്ച് പോയ ഒരാളായിരിക്കാം. മേ ബി നിങ്ങളുടെ കെയറിങ് ഓവർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് വേറെ ഏതെങ്കിലും വ്യക്തികൾ കടന്നു വന്നുകൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് അവർ ഒരു ഫ്രീഡം ആഗ്രഹിച്ച്, ഒരു ഫ്രീ സ്പിരിറ്റ് ആവാൻ വേണ്ടി ആഗ്രഹിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പം അവർ നല്ല രീതിക്ക് റിയലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിലാണ് അവരുണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു ഗൈഡൻസിലാണ് അല്ലെങ്കിൽ അഡ്വൈസിലാണ് അവർ ലൈഫിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതെന്നുള്ള രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഇവിടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേ ബി അവർ നിങ്ങളടുത്ത് താങ്ക്സ് പറയുന്നതായിരിക്കാം. അവരുടെ ലൈഫിലെ ഓരോ അച്ചീവ്മെൻറ്റിനും നിങ്ങൾ കാരണമാണെന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് താങ്ക്സ് പറയുന്നതായിരിക്കാം. ഇന്ന് വരെ സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ലായിരിക്കാം. അവരുടെ വിചാരം അവർ തന്നെ എല്ലാം നേടിയെടുത്തേ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഒരു ഈഗോയൊക്കെ കാണിച്ചിട്ട് ഒന്നിനും താഴ്ന്നു തരാത്തൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. അവരത് റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ചാൻസ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മെസ്സേജ് ഓർ കോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. ഇവിടെ ലിബ്ര, ടോറസ് ആൻഡ് ജെമിനി ആണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ള സോഡിയാക് സൈൻ.
ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് വ്യൂവേഴ്സ്? എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ മേ ബി റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. റിലേഷൻഷിപ്പ് മാത്രം റിലേറ്റഡ് ഇത് പറയാൻ പറ്റില്ല. കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ സഹിച്ചു, ഒരുപാട് പിന്നെയും അഗെയിൻ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു റിസൾട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതൊന്നും നിർത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്കിത് കണ്ടിന്യൂസ്ലി ചെയ്യാവുന്നതാണ്. ലേറ്റ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് അത് എത്തും എന്നുള്ള രീതിയിലാണ് ആ ഒരു ഗൈഡൻസ്. ക്യൂൻ ഓഫ് വാൻസ് ആണ്. എഗെയിൻ അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത്. ഫൈവ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് എലോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചുറ്റിനും ആരടുത്തും ഒന്നും പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ ചുറ്റിനും ആരുമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യമില്ല. ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക, ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക അങ്ങനത്തെ തോട്ട്സ് കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ ഇത്രത്തോളം ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കയ്യിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയം മാത്രമാണ് നിങ്ങൾക്കിത് സക്സസ് തന്നെയാണ്. ആൻഡ് ഫൈനലി പേജ് ഓഫ് കപ്സ് ആണ്. വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ്. നിങ്ങളുടെ ഡ്രീം എല്ലാം അച്ചീവ് ആവും എന്നുള്ള രീതിയിലാണ്. മാരേജൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മാരേജിലേക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കുള്ളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇതും ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കാം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇത്രയാണ്. നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് 100% കിട്ടും എന്നുള്ളതാണ്, അത് എന്തിലാണെങ്കിലും. ഓക്കെ, അപ്പം ചുറ്റിനും ആരുമില്ല, ഓപ്പൺ ആയിട്ട് പറയാൻ എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ ആരോടാണൊന്ന് പറയേണ്ടത്, എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടമായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. അതിനെ അവിടെ വിട്ട് കളയുക. ഓക്കെ, ഫോക്കസ്ഡ് ആവുക, പോസിറ്റീവ് ആവുക. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം. $46 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം. 38 വന്നിട്ടുണ്ട്, ഇതും ഏജ് ആയിരിക്കാം. സി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്. 36 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം. 30 ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കാം. വൈ എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, എ എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, നെയിമിൻ്റെ ആയിരിക്കാം. 9 എന്ന നമ്പർ ആൻഡ് 19 എന്ന നമ്പറും വന്നിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം. 19. 26 വന്നിട്ടുണ്ട്, ഡബ്ല്യു വന്നിട്ടുണ്ട്. 21, എച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 14 എന്ന നമ്പർ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ഡേ ആയിരിക്കാം. വി വന്നിട്ടുണ്ട്. 23 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. 47 ഏജ് ആയിരിക്കാം. 33 ഏജ് ആയിരിക്കാം. 40 ഏജ് ആയിരിക്കാം. ടി വന്നിട്ടുണ്ട്. ഫൈനലി ഒരു 2 എണ്ണം കൂടി എടുക്കാം. എൻ വന്നിട്ടുണ്ട് ആൻഡ് എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.